ഇന്ന് നമുക്കൊരു മുക്കൂറ്റി പായസം ഉണ്ടാക്കിയാലോ? ദശപുഷ്പങ്ങളിലെ ഔഷധപ്രധാനിയായ മുക്കൂറ്റി വിവിധതരം രോഗശമനകാരിയും പ്രതിരോധശേഷിയുള്ളതുമാണ്. സാധാരണ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് മുക്കൂറ്റി ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ഷുഗറുള്ള ആളുകൾക്കും ഇത് കഴിക്കാമെന്നുള്ളതാണ്. സാധാരണ ഷുഗറുള്ളവർ മധുരമൊന്നും കഴിക്കാറില്ലല്ലോ. പക്ഷെ നമ്മുടെ ഈ മുക്കൂറ്റി പായസം എത്ര പ്രമേഹമുള്ള ആളുകൾക്കും ഇത് കഴിക്കാൻ പറ്റും. കാരണം മുക്കൂറ്റിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡ് എന്ന ഔഷധ ഘടകം ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് എത്ര വലിയ പ്രമേഹ രോഗികൾക്കും മുക്കൂറ്റി പായസം കഴിക്കാൻ സാധിക്കും. ആദ്യമായി നമുക്ക് ചെറുപയർ കുതിർത്ത് നല്ല മയത്തിൽ നല്ല വെണ്ണ പരുവത്തിൽ വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അത് നമുക്കൊരു 3 കപ്പ് ആവശ്യമുണ്ട്. അതെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നല്ല മുക്കൂറ്റി നോക്കി പറിച്ചിട്ട് വരിക. അതിൻ്റെ പൂവ് കളയുക. അതേപോലെ വേര് നീക്കം ചെയ്തിട്ട് ചെറുതായി അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് ചെറുതായി അരിഞ്ഞ് അരച്ച് ചാന്ത് പരുവത്തിൽ അരച്ചെടുത്തത് 1 കപ്പ് എടുക്കുക. അതുപോലെ നമ്മുടെ ശർക്കര എടുത്തിട്ട് അത് നന്നായി വെള്ളമൊഴിച്ച് പാനിയാക്കി അതിനെ അരിച്ചെടുത്തിട്ട് അതൊരു 6 കപ്പ് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ തേങ്ങ ഒരു രണ്ടോ മൂന്നോ തേങ്ങ എടുക്കുക. അതിൽ 1-ാം തേങ്ങാപ്പാൽ അത് നമ്മൾ അരിച്ചെടുത്തിട്ട് 2 കപ്പ് വേണം. 2-ാമത്തെ തേങ്ങാപ്പാൽ 1 കപ്പ് വേണം. അതേപോലെ 3-ാം തേങ്ങാപ്പാൽ നമുക്ക് 6 കപ്പ് വേണം. അതിനൊപ്പം തന്നെ നമുക്ക് 1/2 കപ്പ് നെയ്യ് വേണം. അതേപോലെ 1/2 കപ്പ് ഏലക്കാപ്പൊടി വേണം. അതേപോലെ 1 ടീസ്പൂൺ ജീരകപ്പൊടി വേണം. 1 ടീസ്പൂൺ ചുക്കുപൊടി വേണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മുക്കൂറ്റി പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ചാന്ത് പരുവത്തിൽ അരച്ച് വെച്ച മുക്കൂറ്റിയിട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അത് നല്ല സ്മെല്ല് നന്നായിട്ട് മാറി വരും. അപ്പോൾ അതുവരെ നമ്മളത് വഴറ്റിയെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ നമ്മുടെ 3-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ 6 കപ്പ് 3-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് തുടരെ ഇളക്കി വറ്റിച്ചെടുക്കുക. നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മുടെ വെന്തുടഞ്ഞ ചെറുപയർ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച ചെറുപയറുണ്ടല്ലോ, ആ ചെറുപയർ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഇളക്കി നന്നായി വറ്റി വരുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ചിടുക. ലോ ഫ്ലെയിമിൽ വേണം അത് ചെയ്യാനായിട്ട്. അത് ചേർത്ത് നന്നായി ഇളക്കി കുറുകി വരുന്ന മുറയ്ക്ക് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഈ 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഇളക്കി അത് ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇത് വറ്റി വന്ന സമയത്ത് നമുക്ക് ഏലക്കായും ജീരകവും ചുക്കും അത് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പൊടിച്ചിട്ട് അതിനകത്തേക്കൊരു മേമ്പൊടിയായിട്ട് നമുക്ക് തൂവിയിടാം. അത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1-ാമത്തെ പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിനെ ഇറക്കി വയ്ക്കാം. നമുക്കതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കശുവണ്ടിയും അതേപോലെ ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് നന്നായിട്ട് നെയ്യിൽ വറുത്ത് നമുക്കതൊരു ഭംഗിക്കും ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് ചേർക്കാം. അപ്പോൾ നമുക്ക് നല്ല രുചികരമായിട്ടുള്ള മുക്കൂറ്റി പായസം നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ പായസം കഴിക്കുന്നത് പോലെ തന്നെ, സദ്യക്കൊക്കെ പായസം കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പായസം ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രമേഹമുള്ള ആളുകൾക്ക് ധാരാളമായിട്ട് കഴിക്കാൻ പറ്റും. ഒരു പോയിൻ്റ് പോലും അവരുടെ ഷുഗർ കൂടില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പം നമുക്ക് മുക്കൂറ്റിയൊക്കെ ഇഷ്ടംപോലെയുള്ള സമയമാണ്. നന്നായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ടേസ്റ്റ് അറിയുക. എല്ലാവരും ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.